മനുഷ്യൻ നിന്ദ്യനായി പോകുന്ന ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ സമൂഹത്തിൽ വിലകെട്ടവനായി മാറും. അല്ലാഹ് അവന്റെ മുഖം കെടുത്തും. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നിങ്ങൾ കച്ചവടത്തിന്റെ കാര്യത്തിലും കൃഷിയുടെ കാര്യത്തിലും ദുന്യാവിന്റെ മോഹങ്ങളിലും മാത്രം നിങ്ങളുടെ മനസ്സുകളെ ബന്ധിപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ ദീനിനെ കാറ്റിൽ പറത്തുന്ന പ്രകൃതക്കാരായാൽ സല്ലത്തല്ലാഹു അലൈക്കും ദുല്ല, അള്ളാഹു നിങ്ങളിൽ നിന്ദ്യത നിങ്ങളിൽ അവൻ നിറക്കും. ലാ യൻസഉഹു വതർജഉ ഇലാ ദീനിക്കും, ശരിയായ ദീനിലേക്ക് നിങ്ങൾ മടങ്ങുവോളം നിങ്ങൾ പിന്നെ ദുന്യാവിൽ ജീവിക്കുക നിന്ദ്യത പേറിക്കൊണ്ടായിരിക്കും. ദീനിനെ തൊട്ട് കളിക്കരുത്. ദീനിന്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവിതമുണ്ടായാൽ എത്ര വലിയ അന്തസ്സുള്ളവനാണെന്ന് അവന് തോന്നിയാലും ആളുകളുടെ മുമ്പിൽ അവൻ മുഖം കെട്ടവനാകും, അവൻ നിന്ദ്യനായി തീരുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മുസ്തഫ വീണ്ടും പറഞ്ഞു, എന്റെ കൽപ്പനകളെ ധിക്കരിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ നിന്ദ്യതയും അല്പത്വവും അവനിൽ നിശ്ചയിക്കപ്പെടും. പരിശുദ്ധ ഖുർആൻ നമുക്കൊരു സമൂഹത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏതാണ് ആ സമൂഹം? നിത്യവും ദിനേന 17 തവണ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ആമീൻ എന്ന് പറയുന്നത്. മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. എന്താ അവർക്ക് സംഭവിച്ചു? എന്തേ അവരിത്ര നിന്ദ്യരാവാൻ കാരണം? പരിശുദ്ധ ഖുർആൻ പറയുന്നു, വദുരിബത് അലൈഹിമുദ് ദില്ലത്തു വൽ മസ്കന വബാഉ ബിഗദബിൻ മിനല്ലാഹ് ذلك بأنهم يكفرون بآيات الله ويقتلون النبيين بغير الحق ذلك بما عصوا وكانوا يعتدون. സുബ്ഹാനല്ലാഹ്. എന്താ ഒരു കുഴപ്പക്കാർ? എന്തേ അവർ ഇത്ര നിന്ദ്യരാവാൻ കാരണം? സൂറത്തുൽ ബഖറയിൽ പഠിപ്പിക്കുകയാണ്, അവർക്ക് നിന്ദ്യതയും ദുന്യാവിൽ അവർക്ക് അങ്ങനെ പേറേണ്ടി വന്നത് അള്ളാഹുവിന്റെ വചനങ്ങളെ അവർ നിഷേധിച്ചിരുന്നു. തൗഹീദിൽ നിന്ന് വിട്ടു ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും അന്ധവിശ്വാസങ്ങളുടെയും പ്രചാരകരായി. സത്യപ്രബോധകന്മാരെ അന്യായമായി അവരെപ്പോഴും പീഡിപ്പിക്കുമായിരുന്നു, കൊന്നുകളയുമായിരുന്നു. റബ്ബിനോട് ധിക്കാരമുള്ള പ്രവർത്തനങ്ങളായിരുന്നു സദാ ചെയ്തിരുന്നത്. അനുസരണക്കേടും അതുപോലെ തന്നെ അതിരുകവിഞ്ഞ പ്രവർത്തനങ്ങളുമായിരുന്നു അവരുടെ ജീവിതത്തിൽ മുഴുവൻ. അതുകൊണ്ടവർ നിന്ദ്യത പേറേണ്ടി വന്നു എന്ന് ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ച് ആ സമൂഹത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്ത് ആമീൻ പറയുന്നുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിക്കൂടാന്നാണ് അതിലെ പാഠം. നമ്മളും നിന്ദ്യരാകാൻ സെക്കൻഡുകളെ വേണ്ടൂ, സകല അന്തസ്സുമാണ് പോവും. കാരണം അന്തസ്സ് കൊടുക്കേണ്ട അള്ളാന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയാൽ ആ അന്തസ്സൊക്കെ പെട്ടെന്ന് നീങ്ങിപ്പോകും. നിന്ദ്യനാകേണ്ടി വരും, ദുന്യാവിൽ മാത്രമല്ല ആഖിറത്തിലും.